കൃഷിയിടത്തിലേക്ക് പതിവായി എത്തുന്ന കാട്ടാനക്കൂട്ടത്തെ തടയാൻ കഴിയാതെ വന്നതോടെ കൃഷി ചെയ്ത വാഴകൾ വെട്ടിമാറ്റി കോതമംഗലത്തെ ഒരു കർഷകൻ. അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കർഷകനായ കോട്ടപ്പടി സ്വദേശി മനോജ് തന്റെ കൃഷിയിടത്തിലെ വാഴകൾ വെട്ടിമാറ്റിയത്. കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ കാർഷിക വിളകളെല്ലാം നശിപ്പിച്ചാണ് മടങ്ങുന്നത്. കൊക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊലക്കാറായ വാഴകൾ വെട്ടി നശിപ്പിക്കുകയാണ്. വാഴയുണ്ടെങ്കിലാണ് ആന വരുന്നത്. ആന കൂട്ടം വന്ന് നശിപ്പിച്ചതാണ് ഇതെല്ലാം. കോട്ടപ്പടി കൂവക്കണ്ടം സ്വദേശി മനോജാണ് വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് വാഴകൾ വെട്ടിക്കളഞ്ഞത്. കൃഷിയിടത്തിലെ കൊക്കോ മരങ്ങളെങ്കിലും സംരക്ഷിക്കാനാണ് മനോജ് താൻ കൃഷി ചെയ്ത 200ഓളം വാഴകൾ വെട്ടിമാറ്റിയത്. ഇന്നലെ പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം കുലച്ചതും കുലയ്ക്കാത്തതുമായ 100ഓളം വാഴകൾ നശിപ്പിച്ചു. ഒപ്പം നിരവധി കൊക്കോ മരങ്ങളും ചവിട്ടി നശിപ്പിച്ചു. വനാതിർത്തിയോട് ചേർന്നുള്ള തോട്ടത്തിൽ കൊക്കോയും വാഴയും ചേർന്നായിരുന്നു കൃഷി. എന്നാൽ രാത്രിയാകുമ്പോൾ വാഴ തിന്നാനെത്തുന്ന കാട്ടാനക്കൂട്ടം കൊക്കോ മരങ്ങൾ ചവിട്ടി മെതിക്കുകയും വ്യാപക നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവായി. വർഷങ്ങളുടെ അധ്വാന ഫലമായി വളർന്ന കൊക്കോ മരങ്ങളാണ് ആനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നശിച്ചത്. ഇവിടെ അടുപ്പിച്ചിപ്പോ ആന വന്നുകൊണ്ടിരിക്കുന്നതാണ്. കൊക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വാഴ കംപ്ലീറ്റ് ഞാൻ വെട്ടിക്കളയാണ്. കൊലച്ചതും കൊലക്കാറായതും വലുതും എല്ലാം വെട്ടി നശിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. എനിക്ക് കൊക്കോ രക്ഷിക്കണം. അതിനുവേണ്ടി ഇവിടെയെല്ലാം ജനവാസ മേഖലയാണ്. അടുത്ത എല്ലാം നിറയെ വീടുകളുള്ള ജനവാസ മേഖല. ആളുകൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വരെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇത് വർഷങ്ങളായി, ഏകദേശം 3 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ആന വന്ന് ഇങ്ങനെ ആക്രമണം നടത്തുന്നത്. വനം വകുപ്പിനോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ആകെ അരക്ഷിതാവസ്ഥയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാട്ടാന ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനാതിർത്തി മേഖലകളിലെ കർഷകർക്ക് ഫലപ്രദമായ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കൃഷി സംരക്ഷിക്കാനാകാതെ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പല കർഷകർക്കും. ജനം, കൊച്ചി.